അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അയ്യുഹത്തുല്ലാബ് കൈഫ ഹാലുക്കും ബിഖൈർ അൽഹംദുലില്ലാഹ് സ്വബാഹുൽ ഖൈർ. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, ഏവർക്കും 5ാം ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക്, അറബിക് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അവസാനത്തെ വീഡിയോ ക്ലാസ്സിലെടുത്തിരുന്നത് പേജ് നമ്പർ 59 റഖം സഫ്ഹ 59 അതിലുള്ള ഖല്ലത്തിൽ അമാന എന്ന പാഠഭാഗമാണ് എടുത്തിരുന്നത്. അമാനത്ത് കുറഞ്ഞു പോയിരിക്കുന്നു, വിശ്വസ്തത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന പാഠഭാഗം. അപ്പോൾ അതിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള നസീം എന്ന ഒരു കുട്ടിയെ അതിൽ പരിചയപ്പെട്ടു. നസീം പെരുന്നാളിന് പള്ളിയിലേക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോയി. പക്ഷേ അവൻ തിരിച്ചു വരുന്നത് ദുഃഖിതനായിട്ടാണ്. അപ്പോൾ അവൻ്റെ പിതാവ് ചോദിച്ചു, എന്തു പറ്റി മോനെ? അപ്പോൾ അവനിങ്ങനെ കരഞ്ഞു നിന്നു. ഉണ്ടാവും മനസ്സിലിങ്ങനെ പറഞ്ഞു, കൈഫ അദ്ഹബു ബിഹാദൽ ഖമീസ്. പട്ടണത്തിലൂടെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കാത്തിരിക്കുകയാണ്. കൈഫ അദ്ഹബു ബിഹാദൽ ഖമീസ്, എങ്ങനെ ഞാൻ ഈ ഷർട്ട് ഇട്ടിട്ട് പോകും? അപ്പോൾ എന്താണ്? ഖാലൽ വാലിദ് ബിമാദായ നസീം. നസീം എന്തു പറ്റി? ഖമീസുക ജദീദ്, നിൻ്റെ ഷർട്ട് പുതിയതാണ്. ഇഷ്തറൈനാഹു അംസി, ഇന്നലെ നമ്മളത് വാങ്ങി. ബിസ്ഇരിൻ ഗാലിൻ, വലിയ വില കൊടുത്ത് ഇന്നലെ നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ മാതാ അസ്വാബ നസീമിന് എന്താണ് പറ്റിയത്? മാ സബബു ഹുസ്നിഹി, അവൻ്റെ വിഷമത്തിൻ്റെ കാരണം എന്താണ്? മാതാ ഫഅല ബിദാലിക്കൽ ഖമീസ്, ആ ഷർട്ടിന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ആ ഷർട്ടുമായി അവരെന്ത് ചെയ്തു? അപ്പോൾ ഇനി സ്വബാഹ ഗദിൻ, പിറ്റേന്ന് രാവിലെ റാഹ നസീം പോയി മഅ വാലിദിഹി, അവൻ്റെ വാപ്പയോടൊപ്പം ഇലാ മഹല്ലിൽ അഖ്മിഷ. മഹല്ലുൽ അഖ്മിഷ എന്ന് പറഞ്ഞാൽ ഇതാ താഴെ കൊടുത്തിട്ടുണ്ട്, ഹിലാലുൽ അഖ്മിഷ. മഹല്ലുൽ അഖ്മിഷ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ആണ്. ലി ഇസ്തിബ്ദാലി ഖമീസിഹി, അവൻ്റെ ഡ്രസ്സ് ഇസ്തിബ്ദാൽ, ബദൽ എന്ന് പറഞ്ഞാൽ മാറ്റിയെടുക്കാൻ വേണ്ടി, അവൻ്റെ ഷർട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി അവർ മഹല്ലുൽ അഖ്മിഷയിലേക്ക് അഥവാ ടെക്സ്റ്റൈൽസിലേക്ക് പോയി. ഇനി അവിടെ നടക്കുന്ന സംഭാഷണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അന അസിഖു ബിക, ഞാൻ നിങ്ങളെ വിശ്വസിക്കട്ടെയോ? അന അസിഖു ബിക. അപ്പോൾ അൽ ഹിലാലുൽ അഖ്മിഷ, അൽ ഹിലാൽ ടെക്സ്റ്റൈൽസ്, അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ. നറസൂറത്തൻ അൻ അൽ മഹല്ലിൽ അഖ്മിഷ, ഒരു മഹല്ലുൽ അഖ്മിഷയെക്കുറിച്ചുള്ള ചിത്രം നമുക്ക് കാണാം. ഇനി ഇവിടുത്തെ ഹിവാർ, സംഭാഷണം നോക്കിക്കോളൂ. അൽ ബയ്യ, അവിടെ ടെക്സ്റ്റൈൽസിൽ അഖ്മിഷയിൽ നമുക്കറിയാം അവിടെ ആരുണ്ടാവും? ബയ്യ ഉണ്ടാവും. ബയ്യ എന്ന് പറഞ്ഞാൽ സെയിൽസ്മാൻ. അൽ ബയ്യ അഹ്ലൻ വസഹല, അഹ്ലൻ വസഹല എന്ന് പറഞ്ഞാൽ വെൽക്കം, വരൂ, അഹ്ലൻ വസഹലൻ. അൽ വാലിദ്, അപ്പോൾ വാപ്പ പറഞ്ഞു, ഷുഫ് ഹാദൽ ഖമീസ്, നിങ്ങൾ ഈ ഷർട്ടൊന്ന് നോക്കൂ. ഇഷ്തറൈനാഹു, അത് ഞങ്ങൾ വാങ്ങിയത് അംസി, ഇന്നലെ വാങ്ങിയതാണ്. ഇഷ്തറൈനാഹു അംസി, ഞങ്ങൾ ഇന്നലെ വാങ്ങിയതാണ്. അപ്പോൾ അൽ ബയ്യ സെയിൽസ്മാൻ, മാതാ ഹദസ, എന്ത് പറ്റി? അൽ വാലിദ് ഹാദ ഖദീമുൻ ജിദ്ദൻ, ഇത് വളരെ പഴകിയതാണ്. തഖല്ലസ്, അത് ചുരുണ്ടു പോയിട്ടുണ്ട് ഷർട്ട്. വ തഗയ്യറ ലൗനുഹു, അതിൻ്റെ കളറ് പോയി, ഷർട്ടാണെങ്കിൽ ചുരുണ്ടിട്ടുണ്ട്. ഇഷ്തറൈനാഹു ബിസ്ഇരിൻ ഗാലിൻ, ഞങ്ങളത് കുറഞ്ഞ വിലക്കൊന്നുമല്ല, വലിയ വിലക്ക്. ഗാലിൻ എന്ന് പറഞ്ഞാൽ മുന്തിയ, സിഅർ എന്ന് പറഞ്ഞാൽ പ്രൈസ്, വില, മുന്തിയ വിലക്ക് ഞങ്ങൾ വാങ്ങിയതാണ്. അപ്പോൾ അൽ ബയ്യ ആസിഫ് എന്ന് പറഞ്ഞാൽ ആസിഫ് ലാ അദ്രി, ക്ഷമിക്കണം, ലാ അദ്രി, എനിക്കറിയില്ല, കൈഫ ഹദസ ഹാദ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല. ലാ അദ്രി, എനിക്കറിയില്ല, കൈഫ ഹദസ ഹാദ, ഇതെങ്ങനെ ഹദസ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു. ആസിഫ് എന്ന് പറയാം സോറി എന്നതിനാണ്, ക്ഷമിക്കണം എന്നതിന്. ആ തുരീദു ഖമീസൻ ആഖർ, നിങ്ങൾക്ക് വേറെ ഷർട്ട് വേണോ? അതല്ല അറുദ്ദു അൽ മബ്ലഗ്, നിങ്ങൾക്ക് തുക തിരിച്ചു തരണോ? എന്താ ചെയ്യേണ്ടത്? വേറെ ഷർട്ട് എടുക്കുകയാണോ, ഷർട്ട് മാറ്റിയെടുക്കുകയാണോ വേണ്ടത്? അറുദുൽ മബ്ലഗ് എന്ന് പറഞ്ഞാൽ തുക, എമൗണ്ട് നിങ്ങൾക്ക് മടക്കി തരികയാണോ വേണ്ടത്? അപ്പോൾ അൽ വാലിദ്, വാപ്പ തിരിച്ചു പിന്നെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്, അന അസിഖു ബിക, നിങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് ഇനിയും ഇവിടുന്ന് ഷർട്ട് എടുത്താൽ ആ ഷർട്ടിന് നിങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അന അസിഖു ബിക, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ അൽ ബയ്യ ബില്ലബ്ത്, തീർച്ചയായും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഹാദ ഖിസ്മുൽ ഖുംസാൻ, ഇതാണ് ഷർട്ടുകളുടെ ഏരിയ, അഥവാ ഷർട്ടുകൾ മാത്രം ഉള്ള ഏരിയയാണിത്. ഖുംസാൻ എന്നത് ഖമീസുൻ എന്നതിൻ്റെ ജമ്മാണ്. ഹാദ ഖമീസുൻ അബിയൽ, ഇതാ ഒരു വൈറ്റ് ഷർട്ടാണിത്. വഹാദ അസ്ഫർ, ഇതാ യെല്ലോ ഷർട്ട്.
വഹാദ അസ്റഖ്, ഇത് ബ്ലൂ ഷർട്ടാണ്. വഹാദ അജ്വദുൽ അൻവാ, ഇതൊക്കെ നല്ല മുന്തിയ ഇനം, നല്ല ഇനം ഷർട്ടുകളാണ്. അജ്വദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, അൽബൈ അൻവാ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഇനത്തിൽപ്പെട്ട ഷർട്ടുകളാണിത്. അപ്പോൾ ഖമീസുൻ അബിയൽ, അബിയൽ എന്ന് പറഞ്ഞാൽ വെള്ള, അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ, അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല. അപ്പോൾ നിറങ്ങളുടെ പേര് കൂടെ അതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. അബിയൽ, അസ്ഫർ, അസ്റഖ്. അടുത്താൽ വാലിദ് ബിക്കം ഹാദൻ നൗ മിനൽ ഖമീസ്, ഈ ടൈപ്പ് ഷർട്ടിനൊക്കെ എത്രയാണ് വില? അപ്പം ഇതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞല്ലോ. ബിക്കം ഹാദൻ നൗ മിനൽ ഖമീസ്. അബൽ ബയ്യ സലാത്തുമിയ റൂബിയ, അത് 300 രൂപയാണ്. മാതാ തുരീദു ഐലൻ, പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത്? അബൽ വാലിദ് ഹൽ യൂജദു ബന്തലൂനൻ, ബന്തലൂൺ എന്ന് പറഞ്ഞ പാൻറ്. ഹൽ യൂജദു ഉണ്ടാകുമോ, ബന്തലൂനൻ മുനാസിബുൻ യോജിച്ച പാൻറ്, ലിഹാദൽ ഖമീസ് ഈ ഷർട്ടിന് യോജിച്ച പാൻറ് ഉണ്ടാകുമോ? അബൽ ബയ്യ നഅം, അതെ. ഷുഫ് നോക്കൂ, ഹാദൻ നൗ ഈ ഐറ്റംസ് നോക്കൂ. ഷുഫ് ഹാദൻ നൗ ഈ വിഭാഗത്തിലുള്ളത് നോക്കൂ. അപ്പോൾ അൽ വാലിദ് ബിക്കം ഹാദ, ഇതിനെത്രയാണ്? അബൽ ബയ്യ അർബൗമി അറൂബിയ, 400 രൂപയാണ്. ഹൽ തുരീദു ഷെയ്യൻ ആഖർ, ഇനി മറ്റെന്തെങ്കിലും വേണോ? ഇപ്പോൾ ടെക്സ്റ്റൈൽസ് പോയാൽ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമല്ലോ, ഇനി വേറെ എന്തെങ്കിലും വേണോ, അത് വേണം ഇത് വേണം. അതേപോലെ ഹൽ തുരീദു ഷെയ്യൻ ആഖർ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ? അപ്പോൾ അൽ വാലിദ് ലാ, വേണ്ട. ശുക്രൻ, താങ്ക് യു. അൽ ഫാത്തൂറ, ഇനി എന്താ വേണ്ടത്? ഫാത്തൂറത്ത്, ഇത് പുതിയ പദം, പഠിക്കേണ്ട പദമാണ്. അൽ ഫാത്തൂറ എന്ന് പറഞ്ഞാൽ ബില്ല്. ഇനി ബില്ല്, മിൻ ഫദലിക് പ്ലീസ്, മിൻ ഫദലിക് എന്ന് പറഞ്ഞാൽ പ്ലീസ്, ദയവായി ബില്ലെടുക്കൂ. ലാ, ഞങ്ങൾക്കിനി വേറൊന്നും വേണ്ട. അപ്പോൾ അൽ ബയ്യ, അപ്പോൾ തഫല്ലൽ, ഓക്കെ, വെൽക്കം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. തഫല്ലൽ എന്ന വരൂ. അപ്പോൾ ഇത്രയാണ് അന അസിഖു ബിക എന്ന പാഠഭാഗത്ത് വരുന്നത്. ഞാൻ നിങ്ങളെ വിശ്വസിക്കട്ടെയോ. അപ്പോൾ ഇതിലെ പുതിയ പദങ്ങൾ പഠിച്ചത് ബന്തലൂണ് പാൻറ്, ഖമീസ് ഷർട്ട്, ഖുംസാൻ, ഖമീസുൻ എന്നതിൻ്റെ ബഹുവചനാണ് ഖുംസാൻ. അപ്പോൾ അത് പഠിച്ചു വെക്കണം. സിഅറുൻ എന്ന് പറഞ്ഞാൽ പ്രൈസ്, വിലക്കാണ് പറയുക. ഗാൽ എന്ന് പറഞ്ഞാൽ വില, കൂടിയ വില, കൂടിയതിന് മുന്തിയതിനാണ് ഗാൽ എന്ന് പറയാം. തഖല്ലസ എന്നത് പുതിയ പദം നിങ്ങളുടെ മുഅ്ജമിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചുരുങ്ങുക, ചുരുണ്ടുപോകുക. തഗയ്യറ ലൗനുഹു എന്ന് പറഞ്ഞാൽ നിറം മാറുക. അപ്പോൾ അത്രയും പുതിയ പദങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ എഴുതി വെച്ച് തന്നെ പഠിക്കുക. പിന്നെ നിറങ്ങൾക്ക് പറയുന്ന അബിയൽ വെള്ള, അസ്ഫർ മഞ്ഞ, അസ്റഖ് നീല, ആ നിറങ്ങളുടെ പേരുകൾ കൂടി അതിൻ്റെ കൂടെ ഓർത്ത് വെക്കുകയും ചെയ്യാം. അത്രയാണ് ഈ ഭാഗത്തുള്ളത്. ഇനി അതിൻ്റെ വർക്കുകളും മറ്റു കാര്യങ്ങളും അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതിൽ വിശദമായി നമുക്ക് സൂചിപ്പിക്കാം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ വായനാ പരിശീലനത്തിന് വേണ്ടി ഞാൻ ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിലുള്ള പാരഗ്രാഫ് തന്നിരുന്നു. കല്ലത്തിൽ അമാന സ്വബാഹ യൗമിൽ ഈദി എന്ന് മുതൽ ഇല വഖഫ നാദിറൻ ഇല ഖമീസിഹിൽ ജദീദ് വരെയുള്ള ഈ ഭാഗം വായിച്ച് ഓഡിയോ അയക്കാൻ പറഞ്ഞിരുന്നു. അതിൽ ഏതാനും പേര് മാത്രമാണ് അയച്ചിട്ടുള്ളത്. ഇനിയും കുറേ പേര് അയക്കാത്തുണ്ട്. അവരെത്രയും പെട്ടെന്ന് അതിൻ്റെ ഓഡിയോ വായിച്ചത് റെക്കോർഡ് ചെയ്ത് അയച്ചു തരണം. നിങ്ങളുടെ വായനയ്ക്ക് ഗ്രേഡ് നൽകുന്നുണ്ട് അറബിയിൽ, നിങ്ങൾക്ക് വായിക്കാൻ അറിയുമെന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരും ചെയ്താലേ ഗ്രേഡ് നൽകാൻ കഴിയുള്ളൂ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അയച്ചു തരുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.